ഈ ആദ്യ കുർബാന നടന്നു എന്ന് പറയുന്ന പെൺകുട്ടിക്ക് എത്ര വയസ്സ് പ്രായം വരും? അറിയില്ല സാറേ. നിങ്ങൾ എത്ര പണിക്കാരുണ്ടായിരുന്നടാ? 5. 4 പേരാ സാർ. 5 or 4? സത്യം പറയടാ. 5. അന്യ സംസ്ഥാനക്കാർ എത്ര ഉണ്ടായിരുന്നടാ? ഒരാളുണ്ടായിരുന്നു സാറേ. എത്ര? ഒരാളാ. എല്ലാവരും ID പ്രൂഫ് കൊണ്ട് തരണം. ഓ. പോലീസുകാർ തിരിച്ചു മറിച്ചുമൊക്കെ ആയിട്ട് പല ചോദ്യങ്ങളും ചോദിക്കും. നീ അപ്പുറത്തെ ആളുമായിട്ട് കൂട്ടുമില്ല, അങ്ങോട്ട് പോകാറുമില്ലെന്നേ പറയാവൂ. ആരായാലും ഈ ചെയ്തത് ഇച്ചിരി കടുങ്കയായിപ്പോയി. അയാളുടെ വൈരാഗ്യമുള്ള ആരെങ്കിലും ആയിരിക്കും. പോയി. അതെ, എന്താ എന്റെ 1.5 ലക്ഷം രൂപയിലുള്ള തത്തയാട്ടോ കളവ് പോയത്. ഒരു തത്തയ്ക്ക് 1.5 ലക്ഷം രൂപ? അത് വെറും തത്തയല്ലെന്നേ. പിന്നെ സാറിനൊരു കാര്യം അറിയാമോ? ഇന്നലെ വൈകിട്ട് ഞാൻ ഈ കൂട് പെയിന്റ് അടിക്കാൻ വേണ്ടി ഇതിൽ കിടന്ന തത്തേനെ ഇവിടെ ഈ കൂട്ടി കൊണ്ടിട്ടതാ. ഇവിടെന്നാ അത് കളവ് പോയേക്കണേ. സാറേ, ഞാനതിനെ വേറെ ആൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചായിരുന്നതാ. സാർ അതിനെ എങ്ങനെയെങ്കിലും എനിക്ക് കണ്ടുപിടിച്ചു തന്നോട്ടോ. തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? പറഞ്ഞതോ? ശരി. ഓക്കെ. എന്നെ ഇവിടുന്ന് ഓടിക്കാൻ വേണ്ടി ചില മാന്യന്മാരെ കച്ച കെട്ടി ഇറങ്ങിയേക്കല്ലേ. എനിക്ക് അവരെയൊക്കെ സംശയാന്നേ. സാറേ, എനിക്കതിനെ കിട്ടണം. ഞാനതിനെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കണതാ. താൻ സമാനപ്പെടോ, നമുക്ക് വഴിയുണ്ടാക്കാം. സാറേ, ഇവിടെ അടുത്തൊരു വീട്ടിൽ തത്തയെ കിട്ടിയിടുന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. Come on. Mission Macau is on. സാറെന്റെ പുറകെ വാ സാറേ, നമുക്ക് തത്തെ കണ്ടുപിടിക്കുന്നേ. താനാണോ ഞാനാണോ പോലീസ്? ഫോളോ മീ. ആഹാ, തത്ത അകത്തുണ്ട്. സാറിന് ആരാ സാറേ പോലീസിലെടുത്തേ? എന്നതാ സാറേ ഇത്? ഇവിടെ വേറെ ആരാ ഉള്ളത്? ചേട്ടനുണ്ട്, കുളിക്കുവാ. ഈ നേരത്തോ? ഈ വീടൊന്ന് സെർച്ച് ചെയ്യണം. ഒരു മെക്കാവോ മിസ്സിംഗ് കേസുണ്ട്. അയ്യോ, മെക്കാട്ടിനുമായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല സാറേ. സാറേ വാ, ഇങ്ങോട്ട് മാറണം. അയ്യോ അയ്യോ, ചേട്ടന്റെ കുളി തെറ്റിക്കല്ലേ സാറേ. എന്താടോ? ഈ മെക്കാവ് ഇവിടെ എങ്ങനെ എത്തി? അയ്യോ, ഇത് തത്തയല്ലേ? അതെങ്ങനെ ഇവിടെ എത്തിയെന്നാ ചോദിച്ചത്? ഇന്നലെ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ എന്റെ ഭർത്താവ് എനിക്ക് സമ്മാനമായിട്ട് തന്നതാ ഈ തത്തേ. തത്തയെ സമ്മാനം തരാൻ നിന്റെ ഭർത്താവ് ആരാടി? സൗദി സുൽത്താനോ? പിന്നെ ആരാടി? 24 ഞാൻ ഒരിക്കലും മറക്കില്ല. നടക്കണോ? സാറേ, എന്താ? MLA കലേഷിന്റെ വീടാ. MLA അല്ലേ? പട്ടിയെ കല്ലെറിഞ്ഞ മന്ത്രിയെ ചീത്ത വിളിച്ചിട്ട് ട്രാൻസ്ഫർ കിട്ടിയിട്ടാ ഞാൻ ഇവിടെ വന്നത്. സാറേ, ഞാൻ MLA PA. മനസ്സിലായി? PA, പക്ഷിയെ അടിച്ചു മാറ്റുന്നവൻ അല്ലേ? കേറാ വണ്ടിയില്. മിഷൻ മെക്കാവോ ഈസ് കംപ്ലീറ്റഡ്. ഒരു തത്തയല്ലേ, അതിനെ തിരിച്ചു കിട്ടുകയും ചെയ്തു. FIR ഇട്ടിട്ടില്ലാത്ത സ്ഥിതിക്ക് കേസാക്കണ്ട. കേസാക്കണം. സുഹൃത്തെ, തന്നെ വന്ന് കയറിയതാ, ഞാൻ മോഷ്ടിച്ചതല്ല. സത്യമാണോ ഇത്? കാരണം എന്തോ എടുക്കുന്നുണ്ടു. കുപ്പി പൊതിഞ്ഞോണ്ട് പോകുന്ന ഞാൻ വിചാരിച്ചു. പരാതിയില്ലെന്ന് താനൊന്ന് എഴുതി കൊടുത്താൽ പ്രശ്നം ഇവിടെ തീരും. എന്തു പറയുന്നു? ഞാനിപ്പോ താമസിക്കണ സ്ഥലത്തുനിന്ന് ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞ് കോടതിയിൽ നിന്ന് എനിക്കൊരു കടലാസ് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും കൂടെ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തന്നാ പരാതി പിൻവലിക്കുന്നവരെ ആലോചിക്കാം. നീ ആരുടെ മുന്നിലിരുന്നാ സംസാരിക്കുന്നതെന്ന് വല്ല വിചാരമുണ്ടോ? കുറച്ചൊക്കെ നിയമം എനിക്കറിയാം. സാറിപ്പോ താമസിക്കുന്നത് വേറെ വീട്ടിലാണെങ്കിലും തൊണ്ടി മുതൽ കിട്ടിയ വീടിന്റെ ഉടമസ്ഥൻ സാറല്ലേ? പ്രതി സാറിന്റെ മാനേരല്ലേ? ഈ ഇലക്ഷൻ അടുത്തുകിണ സമയാ. ഇതൊക്കെ നാട്ടുകാരറിഞ്ഞ നാണക്കേടാട്ടോ. നീ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. വീടിന് വാടകച്ചിട്ടുണ്ട്. പിന്നെ ഉദയൻ ചേട്ടനെ ഈ കേസിൽ അകത്താക്കാനാണ് ഉദ്ദേശമെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല. ഇയാളെ എന്റെ വെറും ഒരു ജോലിക്കാരൻ മാത്രം. മരിച്ചുപോയ എന്റെ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഉദയേട്ടൻ അനുഗ്രഹിക്കണം. എന്താ അവിടെ ഒരു ബഹളം? എല്ലാരും ഉണ്ടല്ലോ. എന്താ ജിമ്മി സാറിനെതിരെ വല്ല ഗൂഢാലോചനയോ മറ്റോ ആണോ? സാറേ, ഈ മൈക്ക് സാങ്ഷന്റെ ഡേറ്റ് ഒന്ന് മാറ്റി തരണം.
ചെയ്തതെന്ന് വേറെ ആരും അറിയണ്ട. ഞാൻ അത് അപ്പുറത്തെ അങ്കിളിന് അയച്ചു കൊടുത്തു. ഏതെങ്കിലും ചേട്ടനിപ്പോ പോലീസ് സ്റ്റേഷനിലാണോ താമസം? താമസമൊന്നും ഇല്ലെന്നേ, പിന്നെ തീറ്റ കൊടുക്കാൻ വേണ്ടി മാത്രം പോണതാ. മൂന്ന് മണിക്കല്ലേ എടുക്കുന്നേ? ആ പെൺകുട്ടിയുടെ കാര്യം ഓർക്കുമ്പോഴാ കഷ്ടം. ആ കൊച്ചിന്റെ അമ്മ എങ്ങാനും ഇനിയും വരൂ. ഏയ് വേറെ സ്ഥലം കണ്ടി പുറത്തെങ്ങാണ്ടുവാ.